Hello, good morning. Good morning, Miss. Morning, ma'am. Good morning, Miss. എല്ലാവരും 8 പേരായിട്ടുള്ളൂ. പഠിച്ചോ വല്ലതൊക്കെ 2 ദിവസം കിട്ടിയിട്ട്? എന്തെങ്കിലുമൊക്കെ പഠിച്ചോ? കുറച്ചു നേരെങ്കിലും? കുറച്ച് വായിച്ചു മാം. കുറച്ചൊക്കെ പഠിച്ചു അല്ലേ? ആ 3rd 4th മൊഡ്യൂൾ അങ്ങോട്ട് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് അത് തീർത്താ പിന്നെ എല്ലാം മൊത്തത്തിലുള്ള എക്സാമിന്റെ അത് വരുമ്പോൾ നിങ്ങൾക്ക് അത് പിന്നെ പഠിക്കണ്ടല്ലോ. കാരണം അതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചേക്കണതല്ലേ. അപ്പൊ പിന്നെ അത് പിന്നെ വായിച്ചു നോക്കിയേ പഠിക്കേണ്ട ആവശ്യം വരില്ല. അതുപോലെ പഠിക്കാം. 3rd and 4th മൊഡ്യൂളിൽ എടുക്കുന്ന റിവിഷൻസിൽ തരുന്ന ക്വസ്റ്റ്യൻസ് വായിച്ചു പഠിക്കുക നന്നായിട്ട്. കൂടാതെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതിന്റെ നോട്ട്സ് കൂടി റെഫർ ചെയ്യാം. അപ്പൊ അത് തീർത്തു വെച്ചാൽ പിന്നെ 1st and 2nd മൊഡ്യൂൾ മാത്രം ഒരുമിച്ചുള്ള എക്സാമിന്റെ നോക്കിയാൽ മതി നിങ്ങൾക്ക്. അപ്പൊ ആ രീതിയിൽ പഠിക്കാട്ടോ. അല്ലാതെ ഓരോ എക്സാമിന് വേണ്ടി ഓരോ രീതിയിൽ പഠിക്കരുത്. അപ്പൊ പിന്നെ നമ്മൾക്ക് ഇരട്ടിപ്പണിയാവും. 3rd and 4th മൊഡ്യൂൾ എക്സാം ആദ്യം നടക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാം എല്ലാവരുടെയും. പറഞ്ഞോ? എന്തെങ്കിലും എക്സാമിനെ കുറിച്ച് പറഞ്ഞോ? ഇല്ല മിസ്സേ. ഇല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ അവസാനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ട് അതിന്റെ ആൻസേഴ്സ് നമുക്ക് പറയാൻ പറ്റിയില്ല, ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും നമ്മുടെ സമയം തീർന്നിരുന്നു. അപ്പൊ അതൊന്ന് ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ബാക്കിയുള്ള ഭാഗം കൂടി ഇന്ന് തീർക്കണം. അതിന്റെ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് തരണം എനിക്ക്. അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തീർത്തിട്ടില്ലല്ലോ, ആൻസേഴ്സ് പറഞ്ഞില്ലല്ലോ. ലാസ്റ്റ് ഇല്ല. അപ്പൊ അതൊന്ന് വേഗം ഒന്ന് ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗം ഇന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ള കാര്യത്തെ കുറിച്ച് അവിടെ പറയണ്ടായിരുന്നു. അത് അപ്പൊ എനിക്ക് സമയം കിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനുള്ള സമയം കിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ ക്ലാസ്സുകളിൽ ആദ്യമേ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾക്ക് കുറെ നോട്ട്സ് തന്നിരുന്നു, അല്ലെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. അതും പിന്നെ നിങ്ങളുടെ മോക്ക് ടെസ്റ്റിന് ഇടുന്ന ക്വസ്റ്റ്യൻസ് അതും ഇപ്പൊ നമ്മൾ തരുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അതും എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. വായിച്ചു പഠിക്കുക. അധികം സമയം ചെലവഴിക്കാനില്ല. കാരണം ആ എക്സാം എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് വീക്കില് അല്ലെങ്കിൽ അടുത്ത വീക്കില് ആദ്യം തന്നെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അതിനധികം സമയം നമുക്ക് വരേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മളിപ്പോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ചാപ്റ്റേഴ്സ് ആയിരുന്നല്ലോ. അടുത്ത ദിവസങ്ങളിലല്ലേ നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ അധികം സമയം കിട്ടുവാൻ സാധ്യതയില്ല. അപ്പൊ നോക്കാം. അപ്പൊ ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാമോ? ഷബാന, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. Dash means to utilize fully the human resources of the organization and to develop potential resources. Training and development plans. Training and development plans. എല്ലാവരും അതാണോ ആൻസർ എഴുതിയേക്കണേ? യെസ് മാം. അതെ. ഓക്കെ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻസ് ആണ് അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ സിനു. Dash means discovering of trained application for actual or expected organizational vacancies. Recruiting. ഓക്കെ. റിക്രൂട്ട്മെന്റ് ഓർ റിക്രൂട്ടിംഗ് ആണോ എഴുതിയത്? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എഴുതിയിരിക്കുന്ന ആൻസേഴ്സിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. ചിലപ്പോ വേറെ രീതിയിൽ ചിന്തിച്ചപ്പോ ഏതാണെന്ന് നമുക്കൊന്ന് കറക്റ്റ് ചെയ്തിട്ട് പോകാം. ചിലര് ഇന്ന ആൻസർ എഴുതി വെക്കും, ചിലര് അത് വേറെ ആയിട്ട് ചിലപ്പോ ഡൗട്ട് ചെയ്തിട്ട് വേറെ ആൻസർ ആകാം എഴുതുക.
അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന്. ചിലപ്പോ അവര് പറഞ്ഞതായിരിക്കും ശരി, ഓക്കെ, അപ്പൊ അതാണ് ശരി എന്ന് പറഞ്ഞു വിടരുത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും അത് ചിലപ്പോ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും, അതുകൊണ്ടാണ്. അടുത്തത് ഹരിത, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കേ. ഹരിത. Dash is considered as the most important function of personal administration. എന്താണ് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷന്റെ റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. റിക്രൂട്ട്മെന്റ് ഹാസ് ബീൻ കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ. തൊഴിൽപരമായ ഭരണം എന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്ത്, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാമോ സഫിയ? സഫിയ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാമോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലല്ലോ, നാലാമത്തെ ക്വസ്റ്റ്യൻ വായിക്കണ്ടേ? നാലാമത്തെ ക്വസ്റ്റ്യൻ വായിക്കൂ. Which of the following are the objectives of? അതാണോ? അതല്ല, റിക്രൂട്ട്മെന്റ് പോളിസി ഈസ് എ ഡിക്ലറേഷൻ ഓൺ ഡാഷ്. റിക്രൂട്ട്മെന്റ് പോളിസി ഈസ് ഡിക്ലറേഷൻ ഓൺ ഡാഷ്. എന്താണ് ആൻസർ എഴുതിയ? How you hire. ഹൗ യു ഹയർ അല്ലെ, എങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഹയർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പുറത്തെ ആളുകളിൽ നിന്ന് നമ്മൾ പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യില്ല. ആ പോളിസി എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഡിക്ലറേഷൻ ആണ്, ഏത് രീതിയിലാണ് നമ്മൾ ആളുകളെ ഹയർ ചെയ്യുന്നത്, നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട് നിലനിർത്തുന്നത് എന്നുള്ള കാര്യത്തെ ആശ്രയിച്ചിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഹൗ യു ഹയർ ആണ് കേട്ടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശരണ്യ വായിക്കാമോ? Which of the following are the general principles of recruitment policies? എന്തൊക്കെയാണ് Option ഉണ്ട്. To select and employ the best qualified person. B, to after favorable opportunities. Offer ആണ് to offer favorable opportunities. Okay. To provide facility for personal growth. D, all. ഓൾ ആണ് എഴുതിയിരിക്കുന്നത്. റിക്രൂട്ട്മെന്റ് പോളിസിയിലെ പ്രിൻസിപ്പിൾസ് ആണ് ചോദിച്ചത്, ജനറൽ പ്രിൻസിപ്പിൾസ്. അപ്പൊ 3 തന്നിരുന്നു, അപ്പൊ ഓൾ ആണ് അതിന്റെ ആൻസർ വരെ. അതെല്ലാം ഇതിനകത്ത് വന്നിരിക്കുന്ന ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജൂണി വായിക്കേ. 6th question. Each enterprise has its dash which brings it the desired quantity and quality of the manpower at the minimum possible cost. Customized procedure ആണ്. അതായത് ഓരോ ഓർഗനൈസേഷനും അതിന്റെ മാൻ പവർ, അതായത് ഓരോ ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ സംരംഭകരും അവരുടെ സംരംഭത്തിലെ എങ്ങനെയുള്ള ആൾക്കാരെ, അവരുടെ ക്വാളിറ്റി, അതുപോലെ എത്ര ആളുകൾ വേണം, എത്ര ക്വാണ്ടിറ്റിയിൽ ആളുകൾ വേണം, മാത്രമല്ല അവയൊക്കെ നമ്മൾ അഫോർഡ് ചെയ്യുന്നത് ഏറ്റവും മിനിമം പോസിബിൾ കോസ്റ്റിലായിരിക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് സാലറി ഒക്കെ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ വരാനുണ്ടായിരിക്കും, പക്ഷെ മിനിമം പോസിബിൾ കോസ്റ്റിൽ അവരെ അഫോർഡ് ചെയ്യുകയും എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ളതും വേണ്ടത്ര ആവശ്യത്തിനുള്ള മാൻ പവറും വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റിക്രൂട്ട് ചെയ്യാനായിട്ട്. അത് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ. അവരവര് തയ്യാറാക്കിയിരിക്കുന്ന റൂൾസ് അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് അനുസരിച്ചായിരിക്കും ഇതൊക്കെ റിക്രൂട്ട്മെന്റുകൾ നടത്തുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഉണ്ടോ ക്വസ്റ്റ്യൻ? ഉണ്ടോ? ലിജ വായിക്കുക അടുത്ത ക്വസ്റ്റ്യൻ. An intent is also known as requisition. An intent is also known as dash. ഇന്റന്റിനെ മറ്റൊരു പേരും കൂടിയും പറയും, requisition എന്നാണ് മറ്റൊരു പേര്. ഓക്കെ, നെക്സ്റ്റ് വൺ റിൻസി. ഇല്ല, അഖില. Teacher. Job specification are decided in consultation with the dash. Line managers.
ലൈൻ Managers. മാനേജേഴ്സ്. ഓക്കെ, അടുത്തത് താരാ? അഞ്ജിത. അഞ്ജിത വായിക്കാമോ? നെക്സ്റ്റ് വൺ. ഇല്ല, അഞ്ജിത ഇല്ല. മേഘ പോകുന്ന ആളാണ്, കുറച്ച് ലേറ്റ് ആയി പോയില്ല. മേഘ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഉണ്ടായിരുന്നോന്നാവോ? അഞ്ജിത ഇല്ല, മേഘ ഇല്ല, റെസ്പോൺസ് ഇല്ല. അവിടെ നിന്ന് കുറച്ച് പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും ആൻസർ ചെയ്യാത്ത ആൾക്കാരാണ് കേട്ടോ. എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി ഇല്ലാത്തവരാണ് ഇവരൊക്കെ എന്ന് എനിക്ക് തോന്നുന്നത്. റിൻസി അതെ, അതുപോലെ ഇടയ്ക്ക് നമ്മള് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി ഇല്ല. ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, എന്താണോ? ഷബാന ഒന്നുകൂടി വായിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ വായിക്കേ. Dash sources are those which lie outside the organization. External sources. അതെ, എക്സ്റ്റേണൽ സോഴ്സസ് ആണ്. ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനിൽ വരുന്ന സോഴ്സസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സോഴ്സസ് തന്നെയാണ്. നെക്സ്റ്റ് ഇനിയുണ്ടോ? Retired experienced persons included in that source of recruitment. External resources. എക്സ്റ്റേണൽ സോഴ്സസിലാണ്. അതായത് റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ്, അൺഎംപ്ലോയിഡ്, പിന്നെ ആരാണ്? ന്യൂ എൻട്രൻസ് ഫ്രം ദ ലേബർ സോഴ്സ്, പിന്നെ എന്താ പറയാ, അതേഴ്സ്, മറ്റുള്ളവർ. ഇതെല്ലാം തന്നെ ഉൾപ്പെടുന്നത് എക്സ്റ്റേണൽ സോഴ്സസിലാണ് കേട്ടോ. ഇനിയുണ്ടോ? Advertising in newspaper, on the radio, in trade and professional journals are included in dash method of recruitment. Indirect method of ഇൻഡയറക്ട് മെത്തേഡ് ആണ്. ഓക്കെ, ശരിയാണ്. ഇൻഡയറക്ട് മെത്തേഡിലാണ് അഡ്വർടൈസിങ് ഇൻ ന്യൂസ് പേപ്പർ, റേഡിയോ, ട്രേഡ്, ഇതിലൊക്കെ വരുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയാ കൊടുക്കുന്ന മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഇൻഡയറക്ട് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ തീർന്നു. തന്നിരുന്ന ക്വസ്റ്റ്യൻസ് ഇത്രയായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് കൂടി വേഗം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാം. ഇന്നത്തെ കുറച്ച് പേജസ് ഉണ്ട് കേട്ടോ. അപ്പൊ അത്രയും പേജസിലെ തീർക്കണം. അപ്പൊ വേഗം ഒന്ന് എഴുതിക്കോ. റെഡിയല്ലേ? ബുക്കും പേനയൊക്കെ ആയിട്ട്? ഓക്കെ, എഴുതിക്കോ. ചിലപ്പോ ഒരേ ക്വസ്റ്റ്യൻസ് പല രീതിയിലായിരിക്കും ചോദ്യം വരിക നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. For the purpose of assessing, assessing recruitment periodically, for the purpose of assessing recruitments periodically, comma, which of the following criteria, CRITERIAS, criteria should be considered. Which of the following criteria should be considered? താഴെ പറയുന്ന ഏതൊക്കെയാണ് നമ്മളുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് സോഴ്സസിനെ പീരിയോഡിക്കൽ ആയിട്ട് അസസ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ക്രൈറ്റീരിയാസ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അസസ്മെന്റുകൾ നടത്തേണ്ടതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് വേണം. ഓപ്ഷൻ എ എഴുതാം, ഹയറിംഗ് റേഷ്യോ, HIRING, ഹയറിംഗ് റേഷ്യോ, അടുത്ത ബി ഓപ്ഷൻ ആണ് പെർഫോമൻസ് അപ്രൈസൽ, APPRAISAL, പെർഫോമൻസ് അപ്രൈസൽ, ഹയറിംഗ് റേഷ്യോ. രണ്ടാമത്തെ ഓപ്ഷൻ പെർഫോമൻസ് അപ്രൈസൽ. ഓപ്ഷൻ സി കോസ്റ്റ് പെർ ആപ്ലിക്കൻസ്, option C, cost per applicants. And last option D, all. Option D, all anta. Next question. Adutha question edam. Dash procedure is related
dash procedure is related dash procedure is related with acquiring 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 relevant information relevant information about an applicant dash procedure is related with acquiring relevant information about an applicant. Okay, next question, third one. 10 കഴിയുമ്പോ എന്നോടൊന്ന് പറയണേ. 10 question ആവുമ്പോ Okay. പറയണം. Okay. Okay, then third one. The objective of selection process the objective of selection process is to find out whether an applicant meets MEETS meet ന്റെ കൂടെ ഒരു S ചേർക്കണം meets singular ആക്കണം whether an applicant meets the dash for a specific job specific job. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം ആദ്യം തൊട്ടേ. The objective of selection process is to find out whether an applicant meets the dash for a specific job. Applicant meets the dash for a specific job. Okay, next, fourth question. Dash, another question. Dash involves choosing between applicants for jobs, applicants for jobs, and removing applicants who are unsuitable. യോജിക്കാത്തത്, who are unsuitable. Okay, next question. Which of the following is included in the steps in selection process? Steps included in selection process. Which of the following is the steps included in selection process? Options എഴുതാം. A, physical examination. B, final selection approval by manager.
Final selection approval by manager. Option C, both A and B. Both A and B. Both A and B. Option D, none. N-O-N-E, none. Clear ആയോ? Question. Answer options ഒക്കെ കിട്ടിയോ? Yes, miss. Okay. അടുത്ത question. Which are the classifications of psychological test? Psychological tests, T-E-S-T-S, psychological tests as per human behavior. Classification of psychological test as per human behavior. അത് ഏതൊക്കെയാണെന്നാണ്. Next one. Dash tests are done. Tests are done. Dash tests are done to select apt candidates for a particular job. Apt candidates for a particular job. Dash tests are done to select apt candidates for a particular job. Next one. അടുത്തത്. Dash is mainly concerned with assigning. Dash is mainly concerned with assigning a person to different levels of work. Different levels of work. WORK. Different levels of work. Next one. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയോ? Dash is mainly concerned. Dash is mainly concerned with assigning a person to different levels of work. Different levels of work. Clear ayo? Okay, next one. Dash is a formal meeting. Dash is a formal meeting. F-O-R-M-A-L. Formal meeting. Where one or more persons question Q-U-E-S-T-I-N question noun ആയിട്ടും verb ആയിട്ടും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുക എന്ന് അർത്ഥമുണ്ട്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചോദ്യം എന്ന് അർത്ഥമുണ്ട്. ക്വസ്റ്റ്യൻ or assess another person. ചോദ്യം ചോദിക്കുക, അതിനനുസരിച്ച് വിലയിരുത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. Assess another person. Next one. Interview is defined as
interview is defined as a selection technique. Since its scope enables the dash to view view the total individual and directly appraise appraise him and his behavior. Okay, അടുത്ത ക്വസ്റ്റ്യൻ പത്തെണ്ണായി മിസ്സേ. പത്തെണ്ണായോ? ഓക്കെ, എന്നാ പത്തെണ്ണത്തിന്റെ വേഗം ആൻസേഴ്സ് കണ്ടുപിടിച്ചേ. പെട്ടെന്നായിക്കോട്ടെ. മാം ഈ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കും. ലാസ്റ്റ് പറഞ്ഞത് ഇന്റർവ്യൂ ഈസ് ഡിഫൈൻഡ് ആസ് എ സെലക്ഷൻ ടെക്നിക് since it enables the dash to അവിടെ ഒരു dash ഉണ്ട്, enables the dash to view the total individual and directly appraise him and his behavior. കിട്ടിയോ? ഓക്കെ മാം. ഓക്കെ, വേഗം എഴുതാട്ടെ ആൻസേഴ്സ്. നാളെ ഇന്നെന്ത് പറ്റി സാറിന്?
കഴിഞ്ഞു മിസ്സേ. കഴിഞ്ഞ എല്ലാവരെയും? Yes, ma'am. ഓക്കെ, നമുക്ക് ആൻസർ വായിക്കാലോ. ഞാൻ വിളിച്ചു നോക്കട്ടെ കേട്ടോ, കുറച്ച് 2-3 പേര് ഇടയ്ക്ക് മിണ്ടാത്തവരുണ്ട്. റിൻസി അവിടെ ഉണ്ടോ? റിൻസി എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടോ ക്ലാസ്സില്? ആ, റിൻസി വായിക്കാമോ നമ്മളിപ്പോ തന്ന ആദ്യത്തെ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും? അപ്പൊ റിൻസി നേരത്തെ ഞാൻ വിളിച്ചപ്പോ കേട്ടില്ലായിരുന്നോ? ഒരു മിനിറ്റ്, വായിക്കില്ലേ? കേട്ടായിരുന്നോ ഞാൻ വിളിച്ചതൊക്കെ? ഇല്ല, എനിക്ക് റേഞ്ച് പ്രോബ്ലം ഉണ്ടായിരുന്നേ. ആണോ? ശരി. അപ്പൊ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് വായിപ്പിച്ചപ്പേ വിളിച്ചിരുന്നു ഞാൻ കുറെ പ്രാവശ്യം. അപ്പൊ എനിക്ക് മറുപടി കിട്ടിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. വായിച്ചോ, ഞാൻ വായിച്ചോ. For the purpose of assigning recruitment periodically, which of the following criteria should be considered? Option A, hiring ratio. Option B, performance appraisal. Option C, applicants. Option D, all. Answer all. All ആണ് ആൻസർ അല്ലെ. എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സില് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള അസസ്മെന്റ് നടത്തുമ്പോൾ, റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അസസ്മെന്റ് വിലയിരുത്തലുകൾ നടത്തല്ലോ. അപ്പൊ എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. അതിനകത്ത് ഹയറിംഗ് റേഷ്യോ, പിന്നെ എന്താണ് പറയുക പെർഫോമൻസ് അപ്രൈസൽ, പിന്നെ കോസ്റ്റ് പെർ ആപ്ലിക്കന്റ്, പിന്നെ ഒരു കൂടി ഉണ്ട് ആപ്ലിക്കന്റിന്റെ ടെന്യൂർ ആണ്, കാലാവധി. ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ അസസ്മെന്റുകൾ നടത്തുക. അപ്പൊ ഇതില് ഞാൻ 2-3 പറഞ്ഞു, പിന്നെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഇട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആലോചിച്ച് വെച്ചോളൂ എന്തൊക്കെയാണത്. ആ റിക്രൂട്ട്മെന്റിന്റെ അസസ്മെന്റ് നടത്തുമ്പോൾ ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ, എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കേ. അടുത്ത ആളാരായി? നേരത്തെ മേഘ അവിടെ ഉണ്ടാവും, നോക്കിയേ. മേഘ ഒന്ന് വായിക്കാമോ ക്വസ്റ്റ്യൻ? നേരത്തെ ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചിരുന്നു ഇന്ന് ക്ലാസ് തുടങ്ങുന്ന സമയത്ത്. ഞാൻ ഓണായിരിക്കും, ഇവിടെ അമ്മ സുഖമില്ലാണ്ട് കിടക്ക, അപ്പൊ പിന്നെ ഓണായിരിക്കും. ഞാൻ ഇയർഫോൺ ചെവിയിൽ വെച്ച് കേൾക്കും. റെക്കോർഡ് ക്ലാസ് കൂടുതലും ചിലപ്പോ കേക്കല്. ശരി, ഓക്കെ, താങ്ക് യു. അപ്പൊ ഒന്ന് വായിച്ചോ, ഇപ്പൊ ഉണ്ടെങ്കിൽ വായിച്ചോ ക്വസ്റ്റ്യൻ. ഓക്കെ, ഏതും തേർഡ് അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പൊ തന്നതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് പ്രൊസീജിയേഴ്സ് ഈസ് റിലേറ്റഡ് വിത്ത് അക്വയറിംഗ് റിലവന്റ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ ആപ്ലിക്കന്റ്. അതിൽ സെലക്ഷൻ പ്രൊസീജിയർ ആണ്. ഓക്കെ, സെലക്ഷൻ പ്രൊസീജിയർ ആണ് ഒരു ആപ്ലിക്കന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ നേടിയെടുക്കുക, കളക്ട് ചെയ്യുക. അതിന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ ആണ് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഷബാന വീണ്ടും വായിച്ചോ. The objective of selection process is to find out whether an applicant meets the dash for a specific job. ക്വാളിഫിക്കേഷൻസ് ആണ്. അതായത് ആ സ്പെസിഫിക് ജോബ്, ആ പർട്ടിക്കുലർ ജോബിന് ആവശ്യമായ ആപ്ലിക്കന്റിന് എന്തുണ്ടോന്ന്, ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളതാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ. ഷിനു, നെക്സ്റ്റ് വൺ. Dash involves choosing between applicants for jobs and removing applicants who are unsuitable. സെലക്ഷൻ തന്നെയാണ്. അതായത് നമ്മുടെ ജോബിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കൻസിനെ നിലവിലുള്ള ആപ്ലിക്കൻസിൽ നിന്ന് തെരഞ്ഞെടുക്കുക, മാത്രമല്ല അതിൽ നിന്ന് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഒരു നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ആപ്ലിക്കന്റുകൾ അല്ല എങ്കിൽ അതിനെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക, റിജക്ട് ചെയ്യുക എന്നുള്ളതാണ് സെലക്ഷൻ പ്രോസസ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കി ഹരിത. Which of the following is included in the steps in selection process? Option A, physical examination. B, final selection approval by manager. C, both A and B. D, none. Option C. Option C ആണ്. Both 1 and 2 ആണ്, അല്ലെങ്കിൽ A and B ആണ്. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ സഫിയ വായിച്ചേ. Dash tests are done apt candidates for a particular job. അത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണോ? അല്ല, അതിന് മുമ്പ് ക്വസ്റ്റ്യൻ ഇല്ല. ഇതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ അതിന് മുമ്പുണ്ട് സഫിയ, അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Which are the classification of psychological tests as per human behavior? ഏതൊക്കെയാണത്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്.
ഇൻട്രസ്റ്റ് ടെസ്റ്റ് ഒരെണ്ണം 4 ഉണ്ട്. അതായത് ആപ്റ്റിറ്റ്യൂഡ്, അച്ചീവ്മെന്റ്, പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ്, ഇങ്ങനെ 4 ടെസ്റ്റുകളാണ് ഹ്യൂമൻ ബിഹേവിയർ പ്രകാരം സൈക്കോളജിക്കൽ ടെസ്റ്റിൽ വരാം. ഇത് തന്നെ വേറെ രീതിയിലും ചോദിക്കാം. ഈ പറയുന്ന സാധനങ്ങളുടെ ഒക്കെ പേര് എഴുതി കഴിഞ്ഞിട്ട് ഇത് ഏത് സൈക്കോളജിക്കൽ ടെസ്റ്റിൽ വരും, അല്ലെങ്കിൽ ഏത് ക്ലാസിഫിക്കേഷനിൽ വരും ആസ് പെർ ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിലുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റിലാണ് ഈ പറയുന്ന 4 വരിക. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആകുമ്പോൾ മറ്റു രീതിയിലായിരിക്കും വരിക. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ ശരണ്യാണ്. Dash tests are done to select apt candidates for a particular job. Selection test ആണ്. ഏതാ? സെലക്ഷൻ അല്ല, സെലക്ഷൻ ടെസ്റ്റ് ആണ്. ഓക്കെ, അടുത്തത് ജൂണി. Eighth question. That is mainly concerned with assigning a person to different levels of work. Answer placement test or decision. Very good. Placement test or decision ആണ് concerned assigning a person to different levels of work. ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്കിലേക്ക് ആളുകളെ പേഴ്സൺസിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് പ്ലേസ്മെന്റ് ടെസ്റ്റ് ആണ്. ഓരോരുത്തർക്കും അവരവരുടെ യോഗ്യതകൾ അനുസരിച്ച്, അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏത് വർക്കിനാണോ അതിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുന്ന ആ ടെസ്റ്റ് ആണ് പ്ലേസ്മെന്റ് ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ലിജ വായിക്കാൻ അടുത്തത്. That is the formal meeting where one or more persons questions or assess another person. Answering interview. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഫോർമൽ മീറ്റിംഗ് ആണ്. അതിലൊരാള് കുറെ ചോദ്യങ്ങൾ മറ്റൊരാളോട്, അതായത് ആരാണോ വന്നിരിക്കുന്നത് അവരോട്, കാൻഡിഡേറ്റ്സിനോട് ചോദിക്കുന്നു. അങ്ങനെ ചോദ്യങ്ങളും അതിനനുസരിച്ച് ആ ചോദ്യങ്ങൾക്ക് തരുന്ന ഉത്തരത്തിനനുസരിച്ച് അവരെ വിലയിരുത്തി അവരെ സെലക്ട് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന ആ ഒരു പ്രൊസീജിയർ ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. Okay, next one, Rinsi. വീണ്ടും വായിക്കേ. Interview is defined as a selection technique since it helps enable the dash to view the total individual and directly appraise him and his behavior. Answer employer. എംപ്ലോയർ ആണ്. അതെ, എംപ്ലോയർ ആണ് എംപ്ലോയറിനെ ലേബിൾ ചെയ്യുന്നത്. ഈ പറയുന്ന ഇൻഡിവിജ്വൽസിനെ അവരെ സെലക്ട് ചെയ്യണം. പിന്നെ അവരുടെ ബിഹേവിയർ, അവരുടെ ബിഹേവിയറിനനുസരിച്ച്, അവരുടെ സ്വന്തം ബിഹേവിയർ മാത്രമല്ല അവരുടെ ജോലിയിലുള്ള ഇൻട്രസ്റ്റും ഒക്കെ അനുസരിച്ച് അവരെ അപ്രൈസ് ചെയ്യുക. ഇതൊക്കെയാണ് ഇന്റർവ്യൂവിൽ നടത്തേണ്ടത് കേട്ടോ, സെലക്ഷൻ ടെക്നിക്കിൽ. നെക്സ്റ്റ് വൺ, ഇനിയുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, വേഗം എഴുതിക്കോ അടുത്ത ക്വസ്റ്റ്യൻസ്. Patterned or structured interviews. Patterned or structured interviews are also called patterned or structured interviews are also called dash. Are also called dash. Next one. Study leave on the here. Okay, next question. Depth or action interview. Depth or action interview is dash in nature. Is dash in nature. NATUR. Dash in nature. Next one, in dash type of interview, groups rather than individuals are interviewed. Groups rather than individuals.
groups rather than individuals are interviewed. In dash type of interview, groups rather than individuals are interviewed. Kittiyo question? Yes, ma'am. Okay, next one. Under dash interview, a candidate is interviewed by dash interview, a candidate is interviewed by a number of interviewers. Okay, next one. Name the type of interview. Name the type of interview in which the interviewer Name the type of interview in which the interviewer interviewന്റെ കൂടെ ഒരു ER കൂടി ചേർക്കണം. interviewer undertakes an unfriendly role towards the applicant. Unfriendly role towards the applicant. Unfriendly role towards the applicant. Next one. Dash means the transfer of an employee to a job which pays more money and that carries more money and that carries preferred status. Preferred, PREFERRED. Preferred status. Next one. Which of the following is to be considered at the time of promotion? Which of the following is to be considered at the time of promotion? At the time of promotion. അപ്പോ താഴെ ഓപ്ഷൻസ് കൊടുക്കണം. Length of service. Option B, education. Option C, previous work history. And option D, all. Next one.
Dash means lowering down, Lowering, lowering down. Dash means lowering down, status, 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 comma, salary and responsibilities of an employee. Lowering down status, salary and responsibilities of an employee. പത്തെണ്ണാവുമ്പോ പറയണേ, കുറെ കഴിഞ്ഞാൽ നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ ഇതാവും. ഒരു പ്രാവശ്യം കൂടി 10 കൂടി തരാനുള്ളതേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ടോപ്പിക് ആ ഒരു ചാപ്റ്റർ തീരും. നെക്സ്റ്റ് വൺ. Dash is a horizontal or lateral movement. Horizontal or lateral movement. Dash is a horizontal or lateral movement of an employee from one job to another at the same. One job to another at the same or another place. Same or another place. Next one. Termination of service. Of agreements. Termination of service of agreements with the organization for some reasons is called dash. For some reasons is called dash. For some reasons are called dash. Ayo, Patanam? Yes, miss. Okay. Meg answer idea.
കഴിഞ്ഞ ദിവസം ആ എല്ലാവരും കഴിഞ്ഞോ? Yes, ma'am. കഴിഞ്ഞു മാം. വായിപ്പിക്കട്ടെ? അടുത്ത സെറ്റ്, അതായത് ആരെങ്കിലും തീർന്നിട്ടില്ലാത്തവരുണ്ടോ? വായിപ്പിക്കാം അല്ലേ? ഓക്കെ, എവിടെയാണ് നമ്മൾ നേരത്തെ നിർത്തിയത്? ഇന്റർവ്യൂസ് മുതൽ തുടങ്ങണം. ആ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ്. അതല്ല. മേഘ വായിക്കാമോ? ക്വസ്റ്റ്യൻ വായിക്കാമോ? ആൻസറും ആദ്യത്തെ. Patterned or structured interview are also called dash. Standardized interview. അതായത് പാറ്റേൺഡ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, അതിന് മറ്റൊരു പേരുണ്ട്. അപ്പൊ 3 പേരുണ്ട്: പാറ്റേൺഡ് ഇന്റർവ്യൂ, സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, സ്റ്റാൻഡർഡൈസ്ഡ് ഇന്റർവ്യൂ. അത് 3ഉം ഒന്ന് തന്നെയാണ്. അപ്പൊ അത് വേണമെങ്കിൽ ഓൾട്ടർനേറ്റഡ് ഏത് വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിന്റെ മറ്റൊരു പേര് ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ഇന്റർവ്യൂവിന്റെ മറ്റൊരു പേര് ചോദിക്കാം, പാറ്റേൺഡ് ഇന്റർവ്യൂവിന് മറ്റൊരു പേര്. ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അജിസ്ന ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടോ? Miss. പറയൂ. Depth or action interview is dash in nature. Semi-structured. സെമി സ്ട്രക്ചേർഡ് ആണ് കേട്ടാ. ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത് സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്നാണ്. സെമി സ്ട്രക്ചേർഡ് ആണ് അതിന്റെ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹരിത. In dash type of interview, groups rather than individuals are ഹലോ, കേട്ടില്ലല്ലോ. ഡാഷ് in dash type of interview, groups rather than individuals are ഇന്റർവ്യൂഡ്. അത്രേ ഉള്ളൂ. അതായത് ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഇരുന്നിട്ട് ഇന്റർവ്യൂ ചെയ്യാം. ഗ്രൂപ്പ് ഡിസ്കഷൻ. എന്താണത്? ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ. അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ അതിനകത്ത്. ക്വസ്റ്റ്യൻ കംപ്ലീറ്റഡ് ആണ്. ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ എന്നാണ് അതിന്റെ പേര് കേട്ടോ. ഗ്രൂപ്പ് ആയിരിക്കും, ഒരു ഇൻഡിവിജ്വൽ അല്ല ഇന്റർവ്യൂ ചെയ്യണ, ഒരു ഗ്രൂപ്പിനെ ആയിരിക്കും ഇന്റർവ്യൂ ചെയ്യുക കേട്ടാ. അതാണ് ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ. ഓക്കെ, നെക്സ്റ്റ് പ്രജീന. പ്രജീന ഒന്ന് വായിക്കുക അടുത്ത ക്വസ്റ്റ്യൻ. മിസ്, ഞാൻ ലാസ്റ്റ് ആണ് കേറിയത്. ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല ഫുള്ളും. വായിക്കാം, നിങ്ങൾക്ക് പറയുമ്പോ കേട്ട് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഷബാന വായിക്കാം. Under dash interview, a candidate is interviewed by a number of interviewers, panel or board interview. അതെ, ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ ഇരിക്കും. പാനലിൽ ഇരുന്നിട്ട് ഒരാളെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഒറ്റ ഒരാളെ ആയിരിക്കും ഇന്റർവ്യൂ ചെയ്യണേ. മറ്റേത് അതല്ല, ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു ഗ്രൂപ്പിനെ ഡിസ്കസ് ചെയ്ത് അവരിൽ നിന്ന് ചിലപ്പോൾ ഇന്റർവ്യൂസിലൂടെ തെരഞ്ഞെടുക്കാൻ. അപ്പൊ ഒരാളായിരിക്കും ഇരുന്നിട്ട് ഒരു ഗ്രൂപ്പിനെ ഇന്റർവ്യൂ ചെയ്ത് അസസ് ചെയ്യുന്നത്. മറ്റേത് അതല്ല, പാനൽ ഓർ ബോർഡ് എന്ന് പറയുന്ന ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ ഇന്റർവ്യൂവേഴ്സ് ഇരിക്കുന്നുണ്ടാവും ഒരു കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് കേട്ടോ. അത് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ ആണ്. ഓക്കെ, ഷിനു അടുത്തത്. Name the types of interview in which the interviewer undertakes an unfriendly role towards the applicant. Stress interview.
സ്ട്രെസ് ഇന്റർവ്യൂലാണ് ഒരു അൺഫ്രണ്ട്ലി മാനറിലായിരിക്കും അവരോട് ഇന്റർവ്യൂ ചെയ്യുക. എന്ന് വെച്ചാൽ അവരുടെ ഇമോഷൻസിനെ ഒക്കെ പുറത്ത് കൊണ്ടുവരാൻ ചില സാഹചര്യങ്ങളിൽ ഇമോഷണലി നമ്മളെ എന്താ പറയാ ഡൗൺ ആക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് എന്ത് ചെയ്യും, ഇന്റർവ്യൂ ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാ? അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരം ഒരു എപ്പോഴും ഫേവറബിൾ കണ്ടീഷൻസ് ആയിരിക്കില്ല ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുക അല്ലെ. അപ്പൊ ചില സാഹചര്യങ്ങൾ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടാകാം, സങ്കടകരമായിട്ടുള്ള മുഹൂർത്തങ്ങളുള്ള സമയങ്ങൾ ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഇത്തരം വേരിയേഷൻസ് കൊണ്ടുവരുന്ന രീതിയിൽ ഒരു ഫ്രണ്ട്ലി മാനറും കാണിക്കാതെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ഒരു അപ്രോച്ച് അല്ലാതെ ഇന്റർവ്യൂവേഴ്സ് ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു, അവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. അപ്പൊ അത് ചിലപ്പോൾ അവരെ മാനസികമായിട്ടോ ഫിസിക്കലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മെന്റലി അവരെ ഡൗൺ ആക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. പക്ഷെ അതെങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരം ഇന്റർവ്യൂസും നടക്കുന്നുണ്ട്. അതിന്റെ പേര് ഇതാണ്, സ്ട്രെസ് ഇന്റർവ്യൂ എന്നാണ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ സഫിയ. Dash means the transfer of an employee to a job where pays more money, the carries preferred status, promotion. അതെ, ഒരു ജോലിയില് നമുക്ക് എന്താ പറയാ കൂടുതൽ പണം കൂടുതൽ കിട്ടുക മാത്രമല്ല നമ്മുടെ സ്റ്റാറ്റസും ഇംപ്രൂവ് ആകുന്ന രീതിയിലുള്ള ഒരു എംപ്ലോയിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ വിളിക്കുക. എന്തെന്ന് വിളിക്കുക? അതിനെ പ്രൊമോഷൻ എന്നാണ് വിളിക്കുക കേട്ടാ. പ്രൊമോഷൻ അതായത് നിലവിലുള്ള ജോലിയിൽ നിന്ന് ഒരു ഉയർച്ച. അത് എന്താ പറയാ സാലറിയുടെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസിന്റെ പേരിലും ഉയർച്ച ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. നെക്സ്റ്റ് വൺ, ശരണ്യ വായിക്കേ. Which of the following is to be considered at the time promotion? പ്രൊമോഷന്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും? ഓപ്ഷൻ ഉണ്ട്. എ ലെങ്ത് ഓഫ് സർവീസ്, ബി എഡ്യൂക്കേഷൻ, സി പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി, ഡി ഓൾ ആണ് അതിന്റെ ആൻസർ. അതായത് നമ്മുടെ സർവീസിന്റെ ലെങ്ത് എത്രത്തോളം ഉണ്ട്, നമ്മള് അവര് എന്താ പറയാ എത്ര നമ്മുടെ എഡ്യൂക്കേഷൻ ഉണ്ട്, പിന്നെ മാത്രമല്ല നമ്മുടെ പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി ഒന്നുകൂടി ഉണ്ട്, ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ആണ്, നമ്മൾ എത്രത്തോളം കോഴ്സ് ട്രെയിനിങ്ങിന്റെ സമയത്ത് നമുക്ക് തരുന്നത്, എത്ര കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിനൊക്കെ വെയിറ്റേജ് കൊടുത്തിട്ടാണ് ഒരു ആൾക്ക് പ്രൊമോഷൻ കൊടുക്കുക. വെറുതെ ഒന്നും പ്രൊമോഷൻ ഒന്നും കൊടുക്കില്ല. അപ്പൊ പ്രൊമോഷന് ഇത്തരം മാനദണ്ഡങ്ങൾ അവിടെ എന്താ പറയാ അസസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആരാണത്? ജൂണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ. 8th question. Dash means the lowering down of the status, demotion. Answer is demotion. ഡിമോഷൻ ആണ്. അതായത് നമ്മളുടെ സാലറി, നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിനെ ഒക്കെ താഴേക്ക് അടിക്കുക, അതായത് താഴേക്ക് അമർത്തുക, അതായത് ചെറുതാക്കുക, ലോവർ ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊമോഷന്റെ ഓപ്പോസിറ്റ് ആണ് ഡിമോഷൻ ആണ്. നെക്സ്റ്റ് വൺ, ലിജ. Dash is a horizontal or lateral movement of an employee from one job to another at the same or another place. Answer transfer. ട്രാൻസ്ഫർ ആണ്. ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന മൂവ്മെന്റ്, ലാറ്ററൽ മൂവ്മെന്റ്, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഒരിക്കലും പ്രൊമോഷനോ ഡിമോഷനോ അല്ല. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ മുകളിലേക്ക് ഉയർത്തും നമ്മളെ, ഡിമോഷൻ എന്ന് പറയുമ്പോൾ താഴേക്ക് താഴ്ത്തുക. അതായത് സാലറിയുടെ പേരിൽ നമ്മുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, സ്റ്റാറ്റസ് ഒക്കെ താഴേക്ക് കൊണ്ടുപോകുന്നതാണ് ഡിമോഷൻ. എന്നാൽ ഒരു ലാറ്ററൽ അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ അല്ലെ തിരശ്ചീനമായിട്ടുള്ള ഒരു മാറ്റം, ഒരു സ്ഥലത്ത് നിന്ന് ഒരു ട്രാൻസ്ഫർ ആണ് കൊടുക്കുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആളുകളെ മാറ്റുന്ന. അവിടെ നമ്മുടെ സാലറി മാറുന്നില്ല, നമുക്ക് തന്നിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് മാറുന്നില്ല, നമ്മുടെ സ്റ്റാറ്റസ് മാറുന്നില്ല അല്ലെ. നമ്മുടെ ജോലി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാത്രമേ മാറുന്നുള്ളൂ. അതിനെ നമ്മൾ ട്രാൻസ്ഫർ എന്നാണ് വിളിക്കുക. ഇനിയുണ്ടോ? അതോടില്ലേ? റിൻസി വായിക്കേ. Termination of services of agreement with the organization for some reasons is called separation. Separations. അതായത് ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്യുക, അതായത് ക്യാൻസൽ ചെയ്യുക എന്നർത്ഥം. അതായത് ഒരു ഓർഗനൈസേഷനിലെ സർവീസ് അഗ്രിമെന്റ് ഒക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് എന്തെങ്കിലും പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാകാം. ചിലപ്പോൾ ഇൽ ഹെൽത്ത് കൊണ്ടാകാം, ഏജ് നമ്മളുടെ ഒരു റിട്ടയർമെന്റിന്റെ പീരീഡ് കഴിഞ്ഞത് കൊണ്ടാകാം, അങ്ങനെ പേറോളിൽ നമ്മുടെ ഒരു പേയ്മെന്റ് എന്താ പറയാ സാലറിനെയൊക്കെ വിച്ഛേദിച്ചുകൊണ്ട് നമ്മുടെ പേയ്മെന്റ് പേറോളിൽ നിന്ന് നമ്മളെ ക്യാൻസൽ ചെയ്ത് അഗ്രിമെന്റ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ സെപ്പറേഷൻ എന്ന് വിളിക്കുക. ഡിപ്പാർച്ചർ ഓഫ് എൻ എംപ്ലോയി ഫ്രം എ ജോബ്, ഒരു ജോബിൽ നിന്നും എംപ്ലോയിയുടെ മാറ്റം ഇല്ലാതെ, അതായത് പോകലാണ്, തിരിഞ്ഞു പോകലാണ്, വിടവാങ്ങലാണ് നമ്മൾ സെപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻസ് വേഗം എഴുതിക്കോ. Dash refers to
dash refers to indefinite termination dash refers to an indefinite termination of the employee from the payroll due to some factors. Next one, അടുത്ത question. The situation in which the employee is terminated from work for a specific period of time. Is called dash. Specific period of time is called dash. Next one. Dash is a process of learning, learning, learning a series of programmed behavior. Next one. The primary purpose of training are dash. എന്തൊക്കെയാണോ പ്രൈമറി പർപ്പസ് ഓഫ് ട്രെയിനിങ് എന്നുള്ളത് പോയിന്റുകൾ ഉണ്ട് അതിനകത്ത്, നിങ്ങൾ നോക്കി ചെയ്താൽ. ഞാനിപ്പോ അതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒന്നും കൊടുക്കില്ല, അപ്പൊ ഞാൻ ഓപ്ഷൻസ് തരേണ്ടി വരും, സമയം പോകട്ടാ. അതുകൊണ്ടാണ് നിങ്ങൾ അത് എല്ലാം എടുത്ത് എഴുതിയാൽ മതി. നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ. expand OJT. Expand OJT. OJT. Next one. Dash is also known as training through gradual learning. GRADUAL, gradual learning. Next one. Next one. A person learning a trade from skilled employer, having agreed to work for a fixed period at low wages. A person learning a trade from a skilled employer
having agreed to work for a fixed period at low wages is called dash. Is called dash. Is called dash. Next one. Next one. Dash is a process. Dash is a process. Dash is a process of estimating an employee's performance of a job in terms of its requirements. In terms of its requirements. Of a job in terms of its requirements. Next one. Persuading. Next one. Persuading. Persuading workers. Persuading workers. Persuade workers towards productive performance. Towards productive performance is called dash. Persuading workers towards productive performance is called dash. Next one. Motivation. Linked, L-I-N-K-E-D, linked directly or indirectly. Motivation linked directly or indirectly with money. Wages, salary, bonus, profit sharing, etc. Bonus, profit sharing, etc. are included in dash. Are included in dash. Included in dash. Next one. പത്തെണ്ണമായി മിസ്സേ. ഓക്കെ, വേഗം ഒന്ന് വായിച്ച് എഴുതിയിട്ട് ആൻസർ എഴുതിയിട്ട് വായിക്കാം. ഇത്തിരി സ്പീഡിൽ എഴുതിക്കോളൂ ആൻസേഴ്സ്.
കഴിഞ്ഞു മിസ്. ഓക്കെ, വായിക്കാല്ലേ? കഴിഞ്ഞിണ്ടാവുമല്ലോ എല്ലാവരുടെയും? ഓക്കെ, വായിക്കാം. അടുത്ത ആൾ ആരാ വായിക്കണ്ടായിരുന്നെ? നേരത്തെ എവിടെയെങ്കിലും നിർത്തിയേ? പ്രിൻസി ആണോ വായിച്ചു നിർത്തിയ ലാസ്റ്റ്? അതെ. അപ്പൊ നെക്സ്റ്റ് അഖില വായിക്കാമോ? അഖില നെക്സ്റ്റ്. മിസ്. വായിക്കും. Dash refers to indefinite termination of the employee from the payroll due to some factors. ലേ ഓഫ് ആണ്, അതായത് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ കൊണ്ട് പേറോളിൽ നിന്നും എന്താ പറയാ ഒരു ഇൻഡെഫിനിറ്റ് ടെർമിനേഷൻ ആണ്. എത്ര നേരത്തേക്കെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പേറോളിൽ നിന്ന് ഒരാളെ മാറ്റുന്നതിനെയാണ് നമ്മൾ ലേ ഓഫ് എന്നാണ് വിളിക്കുക. നെക്സ്റ്റ് അടുത്തത് മേഘ. മേഘ. ഓക്കെ, അജിസ്ന വായിക്കേ. അത് കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. അത് കഴിഞ്ഞ് 2 എഴുതിയില്ല. മൂന്നാമത്തെ തൊട്ട് എഴുതിയേക്കുന്നത്. ശരി, കുഴപ്പമില്ല. അടുത്ത ആൾ വായിക്കട്ടെ. അജിസ്ന ഒന്ന് വായിക്കേ. The situation in which the employee is terminated from work for a specific period of time is called a dash. സസ്പെൻഷൻ. അതെ, ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് ടെർമിനേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സസ്പെൻഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് പ്രജീന. ഉണ്ടോ? ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയില്ലായിരുന്നു മിസ്സേ. ഞാൻ ഹരിത വായിക്കോ. ഹരിത. മിസ്സേ ഞാൻ വായിക്കാം. ഇതാണോ? ഡാഷ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് സീരീസ് ഓഫ് പ്രോഗ്രാംഡ് ബിഹേവിയർ. അതല്ലേ? അതാണ് ക്വസ്റ്റ്യൻ. അതായിരുന്നു ട്രെയിനിങ്. അതെ, ഒരു ലേണിംഗ് പ്രോസസ് ആണ്. അതായത് ഒരു ഇങ്ങനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ഇതിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്തെടുക്കുന്നത് ട്രെയിനിങ് ആണ് കേട്ടോ. അതിനെ വിളിക്കുന്ന പേര് ട്രെയിനിങ് എന്നാണ്. ഓക്കെ, ഹരിത വായിക്കാം. നെക്സ്റ്റ് വൺ. The primary purpose of training are dash. എന്തൊക്കെയാണ്? Increase productivity. ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി മാത്രമേ എഴുതിയിട്ടുള്ള? കുറെ ഉണ്ട്. പ്രൈമറി പർപ്പസ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ കുറെ ഉണ്ട്, പ്ലൂരലാണ്. ഒരു കാര്യമല്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, അപ്ഗ്രേഡ് ക്വാളിറ്റി, help an organization fulfill its future personal needs, to improve organizational climate, to improve health and safety, obsolescence prevention and personal growth. അല്ലെ? ഇതൊക്കെ എന്താ പറയാ, ഇതൊക്കെ ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവിൽ വരുന്നതാണ്. ട്രെയിനിങ്ങിനകത്ത് വരുന്നതാണ് ഇതൊക്കെ. ലേണിംഗ് എന്നതുകൊണ്ട് ട്രെയിനിങ് എന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഇതെല്ലാം തന്നെ വരും. അപ്പൊ എല്ലാ പോയിന്റും എഴുതണേ. നിങ്ങൾ കുത്തിട്ട് എഴുതിക്കോ. ചിലപ്പോ ഇതിനകത്ത് ട്രെയിനിങ് ഇതിനകത്ത് പ്രൊസീജിയേഴ്സിൽ വരാത്തത് ഏതൊക്കെയാണ്, ട്രെയിനിങ്ങിന്റെ പർപ്പസിൽ വരാത്തത് ഏതാണ്, വരുന്നത് ഏതാണ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞായിരുന്നു ക്വസ്റ്റ്യൻ എഴുതിയപ്പോ തന്നെ അതെല്ലാം ഞാൻ ഇങ്ങനെ ഓപ്ഷൻസ് തരുന്നില്ല, നിങ്ങൾ അതെല്ലാം എടുത്ത് എഴുതണം കേട്ടോ. നെക്സ്റ്റ് വൺ. അടുത്തത് വായിക്കേ. ജൂണി. 5th question. Expand OJT on the job training. ഓൺ ജോബ് ട്രെയിനിങ് ആണ്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനെയാണ് OJT എന്ന് പറയുന്ന അബ്രീവിയേഷനോട് സൂചിപ്പിക്കണം. OJT ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. ഷബാന. നെക്സ്റ്റ് വൺ. Dash is also known as training through gradual learning. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് അല്ലെങ്കിൽ JIT എന്നതിനെ അബ്രീവിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്, അതിനെയാണ് ട്രെയിനിങ് ത്രൂ ഗ്രാജുവൽ ലേണിംഗ്. അങ്ങനെ ഒരു ഗ്രാജുവൽ ആയിട്ട് 1 by 1 ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ ജോബ് ഇൻസ്ട്രക്ഷൻ. അതായത് കുറച്ച് ജോബ് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അതിനുശേഷം അത് പഠിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് അങ്ങനെ കേട്ടോ. അതാണ്. നെക്സ്റ്റ് വൺ. ഷിനു. A person learning a trade from skilled employer having agreed to work for a fixed period at low wages. Apprenticeship.
അപ്രന്റീസ്ഷിപ്പ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അതായത് ഒരു എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുക, ഒരാളുടെ കീഴിൽ, ഒരു എംപ്ലോയറുടെ സ്കിൽഡ് ആയിട്ടുള്ള നല്ല കഴിവുള്ള ഒരാളുടെ കീഴിൽ നിന്ന് പഠിക്കുന്നു. പക്ഷെ ആ സമയത്ത് ഒരു ഫിക്സ്ഡ് പീരീഡിലേക്കാണ് ആ പഠിത്തം. അതുവരെ അവർക്ക് ഒരു ലോ വേജസ് പേയ്മെന്റ് ആയിട്ട് കിട്ടുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് അപ്രന്റീസ്ഷിപ്പ് എന്നാണ്. നെക്സ്റ്റ് വൺ, ശരണ്യ അല്ല സഫിയ. സഫിയ. Dash is a process of estimating an employee's performance of a job in terms of his requirement. Performance അപ്രൈസൽ ആണ്. അതെ, പെർഫോമൻസ് അപ്രൈസൽ ആണ്. എംപ്ലോയിന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുക, വിലയിരുത്തുക എന്നുള്ളത് പ്രോസസ് ആണ് നമ്മൾ അതിനെ വിളിക്കുക. പെർഫോമൻസ് അപ്രൈസൽ എന്നാണ് വിളിക്കുക. ശരണ്യ, നെക്സ്റ്റ് വൺ. Persuading workers towards productive performance is called മോട്ടിവേഷണൽ പ്രോസസ് ആണ്. പ്രൊഡക്റ്റീവ് പെർഫോമൻസ്, അതായത് അവരിൽ നിന്ന് നല്ല ഉൽപാദനക്ഷമതയുള്ള പെർഫോമൻസ് ആണ് കിട്ടണ്ടേ, നല്ല മനോഹരമായ, അതായത് അവരിൽ നിന്ന് പരമാവധി അതിനു വേണ്ടിയിട്ട് വർക്കേഴ്സിനെ പെർsuade ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ, തള്ളിക്കൊണ്ടിരിക്കുക, അവർക്ക് മോട്ടിവേഷൻസ് കൊടുക്കണം. അപ്പൊ അത് മോട്ടിവേഷണൽ പ്രോസസ്സിലൂടെ മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്കെ, ഇനിയില്ലല്ലോ. ഒരെണ്ണമേ വായിക്കേ. അടുത്ത ആള് ലിജ. Motivation linked directly or indirectly with money, wages, salary, bonus, profit sharing, etc. are included in ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണ്. അതായത് പണ സംബന്ധമായിട്ട് നേരിട്ടോ അല്ലാതെയോ പണസംബന്ധമായിട്ടുള്ള രീതിയിൽ മോട്ടിവേഷൻസ് കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്നാണ് വിളിക്കുക. അത് സാലറി എക്സ്ട്രാ ചെയ്ത് കൊടുക്കുന്നതാകാം, ബോണസ് കൊടുക്കുന്നതാകാം, ലാഭവിഹിതത്തിൽ നിന്നും പങ്കിട്ട് കൊടുക്കുന്നതാകാം, പിന്നെ ലീവ് പേ, അതായത് ലീവ് എടുത്താലും പേയ്മെന്റോട് കൂടിയുള്ള ലീവ്, ഇതൊക്കെ മോട്ടിവേഷൻസ് ആണ് ഒരു തരം. അത്തരം മോട്ടിവേഷൻസിലൂടെ ആളുകളിൽ നിന്ന് കൂടുതൽ നമുക്ക് എന്താ പറയാ, അവരിൽ നിന്ന് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള വർക്ക് നമുക്ക് എഫിഷ്യൻസി ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒരു പിന്നെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, ഏതെങ്കിലും രീതിയിൽ അവിടെ ജോലിക്ക് ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ അത് മെഡിക്കൽ ഒരു ക്ലെയിം റീഇംബേഴ്സ്മെന്റ്, അതിന്റെ പൈസയൊക്കെ നമ്മുടെ ഫേമിൽ നിന്ന് ഓർഗനൈസേഷനിൽ നിന്ന് അവർക്ക് അതിന്റെ പേയ്മെന്റ് കൊടുക്കുക എന്നുള്ളതൊക്കെ, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. അതൊക്കെ ഫിനാൻഷ്യൽ മോട്ടിവേഷനിലും വരുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വേഗം എഴുതിക്കൊന്ന. പെട്ടെന്ന് 2 ക്വസ്റ്റ്യൻസ് കൂടി ഈ ഒരു ഭാഗത്തുനിന്നുണ്ട്, ബാക്കിയുള്ള ഭാഗത്തുനിന്ന് എഴുതാം. A complaint that affects one or more workers constitutes a complaint that affects one or more workers constitutes a dash. Constitute a dash. Next one. A dash is a written complaint. A dash is a written complaint by an employee dash is a written complaint by an employee and claiming unfair treatment. And claiming, CLAIMING, claiming unfair treatment. Next one. Dash means a feeling of enthusiasm. ENTHUSIASM. Enthusiasm, zeal, ZEAL, great passion and artham, zeal, confidence in individuals or groups. ഗ്രൂപ്പുകളായിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആയിട്ടോ ഉള്ള ഗ്രേറ്റ് കോൺഫിഡൻസ്, ഗ്രേറ്റ് enthusiasm, ഗ്രേറ്റ് zeal, ഇതൊക്കെ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ്.
Next one. Dash indicates shifting of an employee from one job to another to reduce monotony, MONOTONY, monotony and boredom, BOREDOM. ആവർത്തന വിരസത, ബോറിങ്, അതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. അതിനെ എന്ത് വിളിക്കും? ടു റെഡ്യൂസ് മൊണോട്ടണി, MONOTONY. monotony, ആവർത്തന വിരസത. ബോർഡം, monotony and boredom. Next one. Dash is a powerful motivation tool. Dash is a powerful motivation tool. Dash is a powerful motivation tool. Next one. Dash is the process of increasing the complication of job with a view to the higher order needs of workers. With a view to the higher, HIGHER, higher order, ORDER, order needs of workers. Higher order needs of workers. Okay, മതി. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് ഇപ്പോ? 6 ക്വസ്റ്റ്യൻ. പെട്ടെന്നൊന്ന് ആൻസർ പറഞ്ഞേ. 6 ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിലെ റിവിഷൻസ് കഴിഞ്ഞു. അതാണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ. ഇപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കാനുള്ളൂ. കാരണം അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ടിരുന്നപ്പോഴും തന്നിട്ടുണ്ട്. നിങ്ങളുടെ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസും ഇന്ന് ഇപ്പൊ 2 ദിവസം 3 ദിവസം കൊണ്ട് നമ്മളിപ്പോ അത് റിവൈസ് ചെയ്തപ്പോ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചാൽ മതിയുള്ളൂ. ഇനി എക്സ്ട്രാ നോട്ട് വായിക്കണമെന്ന് ഞാൻ പറയണില്ല. ആ ഫസ്റ്റ് 2 പേജ് നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. കാരണം അതിനകത്തുനിന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നില്ല. കാരണം അതിനകത്ത് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുള്ളതുണ്ട്. അപ്പൊ അന്ന് 2 പേജ് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അടയാളപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടായി എവിടെ വരെയാണ് നിങ്ങൾ അങ്ങനെ വായിച്ചു നോക്കേണ്ടത്. ആദ്യത്തെ 2 പേജ്, അതായത് ഡെഫിനിഷൻസിന്റെ തൊട്ട് മുകളിലുള്ള ഭാഗം വരെ. 2 പേജ് ഫുള്ളില്ല, ഒരു 1 3/4 പേജേ ഉള്ളൂ. പെട്ടെന്ന് ആൻസർ പറയാമോ? എഴുതിയതൊക്കെ ഒന്ന് വേഗം ആൻസർ പറഞ്ഞേ. ആരാ നേരത്തെ പറഞ്ഞ് നിർത്തിയത്? ആരാ? ലിജ പറഞ്ഞു എന്ന് തോന്നണം അല്ലെ? വീണ്ടും റിൻസി തന്നെയാണ് അടുത്തത് പറയണ്ടേ. ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ കിട്ടിയോ? എഴുതിയിട്ടില്ല. എഴുതിയില്ല? എഴുതി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പറഞ്ഞോ. A complaint that affects one or more workers constitutes grievance. അതെ, a complaint that affects one or more workers. ഒരാളല്ല, ഒരാളോ അതിൽ കൂടുതലോ ആളുകളെ, വർക്കേഴ്സിനെ അഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെല്ലാം കൂടി ചേർന്നതിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്നാണ് വിളിക്കുക. പരാതികൾ ഗ്രീവിയൻസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചോ. is a written complaint by an employee and claiming unfair treatment. ഗ്രീവിയൻസ് വീണ്ടും ചോദിച്ചതിന്റെ ഉത്തരം അത് തന്നെയാണ്. ഗ്രീവിയൻസ് തന്നെയാണ്. റിട്ടേൺ കംപ്ലൈന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. കംപ്ലൈന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കാൽ വേണമെങ്കിൽ വാഗൊണ്ടൊക്കെ പറയാം. പക്ഷെ അത് വെൻ ഇറ്റ് ഈസ് റിട്ടേൺ കംപ്ലൈന്റ് ആൻഡ് ഫൈൽഡ് ടു ദ എംപ്ലോയർ, അത് എംപ്ലോയർക്ക് കൈമാറുകയാണ് ഒരു റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട്. എംപ്ലോയി ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായിട്ടൊക്കെ അവരുടെ അൺഫെയർ ട്രീറ്റ്മെന്റിന്, അവർക്ക് ഓർഗനൈസേഷനിൽ കിട്ടുന്ന മോശമായ ട്രീറ്റ്മെന്റിന് ഉള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് പിടിപ്പിച്ചിരിക്കുന്ന ഒരു റിട്ടേൺ കംപ്ലൈന്റിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് തന്നെയാണ്
അതിന് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് വൺ. Dash Dash. means a seal of enthusiasm, zeal, confidence in individuals or groups. Moral. മൊറേൽ, അതാണ് മൊറേലാണ്. അതായത് മൊറേൽ എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു ആളുകളിൽ ഗ്രീവിയൻസ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക, ഇൻതൂസിയാസം വർദ്ധിപ്പിക്കുക, ഗ്രേറ്റ് സീൽ, അതായത് ഒരു വലിയ പാഷനായിട്ട് അതൊക്കെ എന്താ പറയാ ആ ഒരു ഫീലിംഗ് ഒക്കെ വരുന്നതിനെയാണ് നമ്മൾ മൊറേൽ എന്നാണ് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. Dash indicates the shifting of an employee from one job to another so as to reduce monotony and boredom, job rotation. കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു എംപ്ലോയിനെ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ ജോബ് റൊട്ടേഷൻ എന്നാണ് വിളിക്കുക. നെക്സ്റ്റ് വൺ. That is a powerful motivation tool. Reinforcement. അതെ, റീഇൻഫോഴ്സ്മെന്റ് ആണ്. പവർഫുൾ മോട്ടിവേഷൻ ടൂൾ എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മോട്ടിവേഷൻ ടൂൾ ആണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ. Dash is the process of increasing the complication of job with a view to the higher order needs of workers. Job enlargement. ജോബ് എൻലാർജ്മെന്റ്. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ്. 6 നിങ്ങൾ വായിച്ചല്ലോ അല്ലേ ഇപ്പൊ? Yes, miss. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഈ നിങ്ങളുടെ നോട്ടുകളൊക്കെ മൊത്തത്തില് മാം ഹ്യൂമൻ റിസോഴ്സിന്റെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് 2 പേജസ് ആണോ റീഡ് ചെയ്യണമെന്ന് പറഞ്ഞു നന്നായിട്ട് വെച്ചോ പോയോ? മിസ്, ഒരു സംശയം.